ഈ ഫോൺ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല ഇതിന്റെ റിവ്യൂസും ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏതാണെങ്കിലും ഇത് ഇറങ്ങിയിട്ട് ഏറെക്കുറെ ഒരു വർഷത്തിന്റെ അടുത്തായി. ഇതിന്റെ ഡിസൈൻ കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏതാണ് ഫോൺ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത് റെഡ്മി നോട്ട് 13 Pro Plus ആണ്, അതായത് 13 സീരീസിലെ ഏറ്റവും ടോപ്പ് വേരിയന്റ്. അപ്പോൾ ഇതിപ്പോൾ ആരും വാങ്ങണ്ട കേട്ടോ, ഞാൻ ഇത് വാങ്ങാൻ പറയാൻ വേണ്ടി വന്നതല്ല. ഇതിപ്പോ അപ്രതീക്ഷിതമായിട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയണം തോന്നി. കാരണം ഇത് അന്ന് ഇറങ്ങുന്ന സമയത്ത് വാങ്ങണം എന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാനും, പിന്നെ വേണ്ടെന്ന് വെച്ചാണ്. അപ്പൊ എന്താണെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് പറയാൻ തോന്നി. കാരണം ഇതിന്റെ പുതിയ ഫോൺ ഇതാ ഇപ്പോൾ വരാനായി, ഈ ഒക്ടോബർ നവംബർ മാസത്തിലൊക്കെ ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇതൊരു അടിപൊളി ഫോണായിട്ടാണ് റെഡ്മി കൊണ്ടുവന്നിരുന്നത്. ഇതിന്റെ തൊട്ട് മുമ്പത്തെ വേർഷൻ ഉണ്ടായിരുന്നു റെഡ്മി നോട്ട് 12 Pro Plus. അത് വേണ്ട രൂപത്തിൽ മാർക്കറ്റിൽ ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ക്ഷീണം കൂടി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനത്തെ ഒരു അടിപൊളി ഫോൺ കൊണ്ടുവന്നത്. ഇത് ശരിക്കും മാർക്കറ്റ് ഇളക്കി മറിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മോഡലാണ്. പക്ഷെ റെഡ്മിക്ക് വീണ്ടും കണക്കൂട്ടലുകൾ എവിടെയൊക്കെ പയച്ചു. അപ്പൊ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഈ ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഇതിന്റെ ബിൽഡിങ്ങും ഡിസൈനും തന്നെ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്. അതായത് ഇതിന്റെ ബിൽഡിംഗ് ഡിസൈനിനെ കുറിച്ച് എനിക്കൊരു കുറവും പറയാനില്ല. കാരണം ഇതിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫോൺ പിടിക്കുന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇൻഹാൻഡ് ഫീലൊന്നും ഒരു രക്ഷയില്ല. പിന്നെ നമുക്ക് ഇതിൽ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഫീച്ചർ, അത് ഈ ഫോൺ ഇറങ്ങുന്ന സമയത്ത് ഈ ഫോണിന് 30,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇതിന്റെ ബേസ് വേരിയന്റ് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അന്ന് ആദ്യമായിട്ടാണ് IP68 റേറ്റിംഗ് ഒക്കെ വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40,000 രൂപക്ക് ചോടെ തന്നെ മോട്ടോയുടെ ഏതോ 1-2 ഫോണിലൊക്കെയാണ് IP68 റേറ്റിംഗ് അന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്താണ് റെഡ്മി ഇതിന് IP68 റേറ്റിംഗ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ നിലക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളി ഫീച്ചറാണത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ നിങ്ങൾ, നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു ഡിസൈൻ നമുക്ക് തന്നിട്ടുള്ളത്. 2-3 കളർ ഇങ്ങനെ ബ്ലോക്ക് ഡിസൈൻ ആയിട്ട് വീഗൻ ലെതർ ഫിനിഷിംഗ് ആണ് ബാക്കിൽ വരുന്നത്. മാത്രമല്ല ഈ ഫോൺ ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ ഭയങ്കര വെറൈറ്റി ആയി തോന്നിയ ഒരു ഡിസൈനാണിത്. ഇതിന്റെ മെയിൻ ഫ്രെയിം വരുന്നത് മെറ്റൽ ഫ്രെയിമാണ്. അതായത് റെഡ്മി നോട്ട് സീരീസിൽ ആദ്യമായിട്ട് മെറ്റൽ ഫ്രെയിം വന്നത് ഈ ഫോണിലാണ്. പിന്നെ ഇതിന്റെ മെയിൻ ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ്. ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ ഡിസ്പ്ലേ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേക്ക് ഇതിന്റെ ഭംഗിയിൽ പ്രത്യേക സ്വാധീനം ഉണ്ട് കേട്ടോ. കാരണം ഈ ബാക്ക് വശന്ന് കർവ്ഡായി വന്ന്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് ഈ ഗ്ലാസ് കർവ്ഡായി വന്നുകൊണ്ടാണ് ഇതിന്റെ ഇൻഹാൻഡ് ഫീൽ ഇത്രയും ഉഷാറായത്. കാരണം ഇത് 8mm മുകളിൽ തിക്നെസ് ഉള്ള ഫോണാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇതിൽ ഫീൽ ചെയ്യല്ല. അത് അത്രയും സൂപ്പറായിട്ട് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, അതെടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ നോട്ട് സീരീസിൽ ആദ്യമായിട്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് വന്നത് ഈ ഫോണിലാണ്. പിന്നെ ഇതിൽ IR ബ്ലാസ്റ്റർ ഉണ്ട്, NFC ഉണ്ട്, ഇങ്ങനെ തുടങ്ങി എല്ലാ സംഭവം ഇതിലുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഗ്ലാസ് വരുന്നത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ്. പിന്നെ ഡിസ്പ്ലേയിൽ 1.5K റെസൊല്യൂഷൻ, അതുപോലെ തന്നെ 120 Hz റീഫ്രഷ് റേറ്റ്, 1800 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പോൾ ഈ ഫോൺ ഇറങ്ങിയ സമയത്ത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ HDR10+ സർട്ടിഫൈഡ് ആണ്. പിന്നെ ഡോൾബി അറ്റ്മോസ് ആൻഡ് വിഷൻ രണ്ടും നമുക്കിതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ മേഖലയിലും അത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഡിസ്പ്ലേയിൽ 68 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് റെഡ്മി അവകാശപ്പെടുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഡിസ്പ്ലേയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സൂപ്പർ ഡിസ്പ്ലേയും നമുക്കിതിൽ തന്നിട്ടുണ്ട്. ഇനി സ്പീക്കറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇതിൽ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ ചാർജറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 120 വാട്ട്സിന്റെ ചാർജറാണ് തന്നിട്ടുള്ളത്. അതായത് 19 മിനിറ്റ് കൊണ്ട് 5000 mAh കപ്പാസിറ്റി ഉള്ള ബാറ്ററി ഫുൾ ചാർജ് ആവുമെന്നാണ് റെഡ്മി അവകാശപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ തുടങ്ങി ഇതിന്റെ ബിൽഡിങ്ങിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് തരാൻ പറ്റുമോ അതൊക്കെ MI ഇതിൽ തന്നിട്ടുണ്ട്. എന്നിട്ടും ഈ ഫോണിന് എന്താ സംഭവിച്ചതെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ വന്ന ചിപ്സെറ്റ് MediaTek Dimensity 7200 എന്ന ചിപ്സെറ്റാണ്. അതായത് വലിയ മോശമൊന്നുമില്ലാത്ത ചിപ്സെറ്റ്, 7 ലക്ഷത്തിന്റെ മുകളിൽ ആൻറ്റിറ്റ്യൂഡ് സ്കോർ ഉള്ള ചിപ്സെറ്റാണ്. ഈ പ്രൈസ് റേഞ്ചിലുള്ള ബെസ്റ്റ് ചിപ്സെറ്റാണെന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചിപ്സെറ്റാണ് MI ഇതിൽ ഉപയോഗിച്ചത്. പിന്നെ LPDDR5X റാം, UFS 3.1 സ്റ്റോറേജ് ഒക്കെ ഇതിൽ തന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനും ഹീറ്റിംഗ് മാനേജ് ചെയ്യാനൊക്കെ വേണ്ടി ഇതിൽ വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം തന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഓക്കെ ആണ്. ചിപ്സെറ്റ് വേണമെങ്കിൽ ഒന്നും കൂടി നന്നാക്കായിരുന്നു. ഒരു ഫോൾട്ട് അതാണ് ഞാൻ കാണുന്നത്. രണ്ടാമത്തെ കാര്യം ഇതിന്റെ ക്യാമറയാണ്. അവിടെയാണ് ശരിക്കും ഇതിന്റെ പ്രോബ്ലം വരുന്നത്. അതായത് റെഡ്മി ഇതിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എനിക്ക് തോന്നുന്നത്, ഇവരുടെ നേരെ എതിരാളികളായ റിയൽമി ഈ ഫോണിന്റെ മുമ്പ് അവരുടെ നമ്പർ സീരീസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന മോഡലായിരുന്നു റിയൽമി 11 Pro Plus. അതിൽ റിയൽമി കൊണ്ടുവന്ന സെയിം ക്യാമറ സെറ്റപ്പ് ഇതിലും കൊണ്ടുവന്നു. അതായത് 200 മെഗാപിക്സലിന്റെ സാംസങ്ങിന്റെ ഐസോസെൽ HP3 എന്ന് പറയുന്ന ഒരു സെൻസർ വലിയ എഫക്റ്റീവായിട്ട് ഒരു ഫോണിലും ഞാൻ കണ്ടിട്ടില്ല. റിയൽമി 11 Pro Plus വന്നതാണ്, Honor 90 Proയിൽ വന്നതാണ്. എവിടെയും ആ സെൻസർ ഒരു മികച്ചു നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല.
ക്യാമറ മെഗാ പിക്സലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 200 മെഗാ പിക്സൽ എന്ന് പറയാമെന്നല്ലാതെ അതൊരു എഫക്റ്റീവായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് ആ ഒരു പഴഞ്ചൻ സെറ്റപ്പ് തന്നെ അവർ വീണ്ടും ഇതിൽ കൊണ്ടുവന്നു. പിന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, ഇതാണ് ഇതിൽ കാര്യമായിട്ട് കൊണ്ടുവന്നത്. മാത്രമല്ല ഈ ഒരു നോട്ട് സീരീസിൻ്റെ പ്രൈസ് റേഞ്ച് ഇവർ 30,000 അതിൻ്റെ മുകളിലേക്കായിട്ട് ഉയർത്തും ചെയ്തു. അപ്പോൾ ആളുകൾക്ക് ചിന്തിക്കാനുള്ള ഒരു വകുപ്പായി. 30,000 രൂപൻ്റെ മുകളിൽ കൊടുത്തിട്ട് വാങ്ങാൻ മാത്രമുള്ള എന്താ ഇതിലുള്ളത്? ബിൽഡിംഗ് ക്വാളിറ്റി ഉണ്ട്, ഓക്കെ. പക്ഷെ ബിൽഡിംഗ് ക്വാളിറ്റിയേക്കാളും ഒരു കസ്റ്റമർ പ്രാധാന്യം കൊടുക്കുക, അതായത് സാധാരണ ബഡ്ജറ്റ് ഫോണുകളിലൊക്കെ ഒരു കസ്റ്റമർ പ്രാധാന്യം കൊടുക്കുക പെർഫോമൻസിനും അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റിക്കുമാണ്. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന കാര്യമാണ് ബിൽഡിംഗ് ക്വാളിറ്റി എങ്കിൽ ഓക്കെ, അക്സെപ്റ്റ് ചെയ്യും. അതല്ലാതെ ബിൽഡിംഗ് ക്വാളിറ്റി ഒരുപാടുള്ളൊരു ഫോൺ അതിൽ നമ്മൾ കൊടുക്കുന്ന ക്യാഷിനുള്ള പെർഫോമൻസും ക്യാമറ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിൽ ആളുകൾ ഓട്ടോമാറ്റിക്കലി അത് റിജക്റ്റ് ചെയ്യും. കാരണം പൊതുവെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള കസ്റ്റമേഴ്സ് ക്യാഷ് കൊടുത്ത് ഫോൺ വാങ്ങുകയാണെങ്കിൽ, പ്രത്യേകിച്ച് 30,000 രൂപ റേഞ്ചിലൊക്കെ ഫോൺ വാങ്ങുകയാണെങ്കിൽ, ഒന്നെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു മേഖല ഉഷാറാണോ, അതായത് പെർഫോമൻസ് മേഖല ഉഷാറാണെങ്കിൽ ഗെയിമിംഗ് ഫോണായിട്ട് പരിഗണിക്കപ്പെടും. ക്യാമറ മേഖല ഉഷാറാവുകയാണെങ്കിൽ അതൊരു നല്ല ക്യാമറ ഫോണായിട്ട് പരിഗണിക്കപ്പെടും. അപ്പോൾ അതങ്ങനെ വാങ്ങും. അപ്പോൾ ഈ 2 മേഖലയും വലിയ ഉഷാറായിട്ട് ഈ ഫോണിൽ വന്നിട്ടില്ല. പിന്നെ ബിൽഡിംഗ് ക്വാളിറ്റി മാത്രം ഉദ്ദേശിച്ച് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആരും ഫോൺ വാങ്ങൂലല്ലോ. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്യാമറ വന്നത്. മാത്രമല്ല അത് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ റിയൽമി അവരുടെ 12 Pro Plus കൊണ്ടുവന്നു. അതിൽ റിയൽമി ഇത്ര ബിൽഡിംഗ് ക്വാളിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൽ ഉപയോഗിച്ച ചിപ്സെറ്റിനേക്കാളും കുറച്ചും കൂടി താഴ്ന്ന ചിപ്സെറ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 ആണ് അതിൽ കൊണ്ടുവന്നത്. പക്ഷെ അവരതിൻ്റെ ക്യാമറ വേറെ ലെവലാക്കി. വേൾഡിൽ ആദ്യമായിട്ട് 30,000 രൂപ റേഞ്ചിൽ ടെലിഫോട്ടോ ലെൻസൊക്കെ കൊണ്ടുവന്ന ആദ്യ ഫോണായിട്ട് റിയൽമിയുടെ 12 Pro Plus മാറി. നല്ല ക്യാമറ പെർഫോമൻസും കിട്ടിയിരുന്നു അതിൽ. അടിപൊളിയായിട്ട് പോർട്രേറ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്ന സൂപ്പർ സെറ്റപ്പാണ് റിയൽമി അതിൽ കൊണ്ടുവന്നത്. അതോടുകൂടി ഇതിൻ്റെ കഥ കഴിഞ്ഞു. മാത്രമല്ല ഈ ഫോൺ ഇറങ്ങുന്ന സമയത്തായിരുന്നു ഷവോമി ഹൈപ്പർ വോയിസ് കൊണ്ടുവന്നത്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തു ഈ ഫോണിൽ ഹൈപ്പർ വോയിസ് കിട്ടുമെന്നത്. പക്ഷേ ഷവോമി അതിൽ തന്നില്ല. എന്ന് മാത്രമല്ല ഇതിൽ ആൻഡ്രോയിഡ് 14 വരുന്ന സമയമായിരുന്നു, പക്ഷേ ഇതിൽ 13 തന്നുള്ളൂ. ഇങ്ങനെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലും കൂടി ഒരു നിരാശ ഉണ്ടായപ്പോൾ പിന്നെ പൊതുവെ കസ്റ്റമേഴ്സ് ഇത് വാങ്ങാൻ തയ്യാറാവാതെ വന്നു. ഏതായാലും ഇത് ഇറങ്ങിയ സമയത്ത് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ഫോണായിരുന്നു. ഇതിൻ്റെ ലീക്ക്ഡ് ഫോട്ടോസൊക്കെ വന്നിരുന്നു. പിന്നെ ഇതിൻ്റെ ബിൽഡിംഗ് സെറ്റപ്പ് ഒക്കെ കണ്ടില്ലേ, ഇതൊക്കെ കൂടി കേട്ടപ്പോൾ ഞാനൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ മൊത്തത്തിൽ ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് ശരിയാവില്ല തോന്നിയത്. അപ്പോൾ ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആളുകൾ കണ്ണും പൂട്ടി വാങ്ങുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുതിയ സീരീസ് 14 സീരീസ് ഇതായി ഒക്ടോബർ നവംബർ മാസത്തിൽ ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ MI അടിമുടി മാറ്റി പുതിയ സെറ്റപ്പുമായിട്ട് നല്ല ടെലിഫോട്ടോ ലെൻസ് ക്യാമറയും സെറ്റപ്പൊക്കെ കൊണ്ടുവരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റെഡ്മി നോട്ട് സീരീസിന് സത്യം പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ MI ഇനിയിപ്പോൾ 14 സീരീസിലൂടെ പുതിയ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അടിമുടി മാറ്റി ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് നോട്ട് സീരീസ് വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.